പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു പാളത്തിലൂടെ മാത്രമുള്ള റെയിൽ ഗതാഗത രീതിയാണ് മോണോ റെയിൽ. ഈ പാളങ്ങൾ അഥവാ ബീമുകൾ ആണ് കോച്ചുകളുടെ മാർഗനിർദ്ദേശികൾ. അതിനാൽ തന്നെ റെയിൽവേ ആയി ഈ രീതിയെ കണക്കാക്കാറുണ്ട്. 2014 മുതൽ പ്രവർത്തനക്ഷമമായ മുംബൈ മോണോ റെയിൽ ചെമ്പൂരിൽ നിന്ന് സന്ത് ഗാഡ്ജെ മഹാരാജ് ചൗക്ക് വരെയുള്ള 20 കിലോമീറ്റർ റൂട്ടിലൂടെയാണ് ഓടുന്നത്. ഇത് അതാണ്. ചെമ്പൂർ, വാസല, സന്ത് ഗാഡ്ജെ, മഹാരാജ് ചൗക്ക് എന്നിവിടങ്ങളാണ് പ്രധാന സ്റ്റേഷനുകൾ. ലോകത്തിലെ ഏറ്റവും ചെറിയ റെയിൽവേയാണ് ലോസ് ഏഞ്ചൽസിലെ ബങ്കർ ഹില്ലിനടുത്തുള്ള ഒരു ലാൻഡ്മാർക്കായ ഏഞ്ചൽ ഫ്ലൈറ്റ്. ഒരു യാത്രയ്ക്ക് 50 സെൻറ്റ് ചിലവാകും. 298 അടിയാണ് സഞ്ചാരപാത. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ മെക്കാനിക്കൽ പ്രശ്നങ്ങളോ പ്രതികൂല കാലാവസ്ഥകളോ ഉണ്ടാവാം. എക്സ് ആകൃതിയിലുള്ള ക്രോസ് ഓവർ പോയിന്റിലുള്ള ലോകത്തിലെ ഏക മോണോ റെയിൽ സംവിധാനവും ചെങ്ക്വിങ് മോണോ റെയിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നദീതട സംവിധാനമാണ്. ലൈൻ 3-ലുള്ളത് ചോങ്ക്വിങ് യുവോ ജിയാലിങ് ജിയാങ് പാലത്തിലെ ജിയാലിങ് നദി മുറിച്ചു കടക്കൽ കൂടിയാണ് ഇത്. ചൈനയിലെ ആദ്യത്തെ പ്രധാന സംവിധാനമാണ് ഇത്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിലും ഇതാണ്. നിലവിലെ നിറങ്ങൾ ഇവയാണ്. മിക്ക മോണോ റെയിൽ നിർമ്മാതാക്കളും റബ്ബർ ടയറുകളാണ് ഇഷ്ടപ്പെടുന്നത്. അവർ പീച്ച്, ടിൻ, ചുവപ്പ്, പവിഴം, ഓറഞ്ച്, സ്വർണം, മഞ്ഞ, നാരങ്ങ, പച്ച, നീല, വെള്ളി, കറുപ്പ് നിലവിലുള്ള 12 നിറങ്ങൾ ഉപയോഗിക്കുന്നു. ഓരോന്നിനെയും ഓരോ നിറമുള്ള വരയാൽ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും. അത്തരമുള്ള ഒരു മോണോ റെയിലാണ്. നമ്മൾ ഈ മുൻപിൽ കാണുന്ന ഈ ബീമിലൂടെയാണ് ഈ ട്രെയിൻ സഞ്ചരിക്കുന്നത് എന്നുള്ളത് വളരെ അതിശയകരമായ ഒരു കാര്യമാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഈ മോണോ റെയിലിലൂടെ നാം ഒന്ന് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. മെട്രോ ട്രെയിൻ ഇന്ന് നമുക്ക് സുപരിചിതമാണ്. കൊച്ചിയിലുമൊക്കെ മെട്രോ ട്രെയിനുണ്ട്. പക്ഷേ മോണോ റെയിൽ സംവിധാനം കേരളത്തിലില്ല. അത് ബാംഗ്ലൂരിലും അതേപോലെ മുംബൈയിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. വളരെ രസകരവും ആസ്വാദ്യകരവുമായ, എന്നാൽ കൗതുകകരത്തിനപ്പുറം അപകടകരമാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു റെയിൽ യാത്രയും കൂടെയാണ് ഒറ്റ ബീമിലൂടെയുള്ള ഈ യാത്ര. ഇതിന് 2 പാളങ്ങളില്ല എന്നുള്ളത് ഏറ്റവും കൗതുകകരവും അത്ഭുതകരവുമായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ നല്ല